കൂട്ടുകാരെ, മലേഷ്യൻ വിശേഷങ്ങളെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രാവിലെ കുളിച്ചൊരുങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഞങ്ങൾക്ക് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇവിടെ കളർഫുള്ളായിട്ടുള്ള ദോശ കിട്ടുന്ന സ്ഥലമുണ്ട്, അപ്പം ഞങ്ങൾ അവിടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് രാവിലെ ദോശ തിന്നാൻ പോകുന്ന പോക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, വിദേശത്തുള്ളവരെ നമ്മുടെ നാടൻ ചട്ടിച്ചോറ് പഴങ്കഞ്ഞിയൊക്കെ കഴിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മളിവിടെ കേരളത്തിലുള്ളവർ നമ്മളെ ഫുഡെല്ലാം എടുത്ത് കളഞ്ഞിട്ട് വിദേശ ഫുഡുകൾ തേടി പോകുന്നു. എന്താ അല്ലേ? അതൊക്കെ പോട്ടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ദോശക്കടയിൽ ചെന്നപ്പോൾ എൻ്റെ പൊന്നീ കാല് കുത്താൻ സ്ഥലമില്ല. നമ്മുടെ നാട്ടുകാർ മാത്രമല്ല, വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരും എല്ലാവരും ആ ഹോട്ടലിന് മുമ്പിൽ വലിയ ക്യൂ ആയിട്ട് നിൽപ്പുണ്ട്. ഒന്നും പറയണ്ട. അങ്ങനെ നിരാശയിൽ ഞങ്ങൾ ഇതൊക്കെ കണ്ടു അവിടുത്തെ ബിൽഡിങ്സ്. എൻ്റെ അമ്മേ, ഞാനിങ്ങനെ മുകളിൽ നോക്കണോ താഴെ നോക്കണോ അറിഞ്ഞൂടാതെ വായും തുറന്ന് നിന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ദിവസം നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ഈ റോഡും ബിൽഡിങ്ങും ഒക്കെ മിസ്സായി. ഞാനപ്പം എൻ്റെ ഇവിടെ നമ്മൾ തിരുവനന്തപുരത്ത് പോകുമ്പോഴും ഇതുപോലെയുള്ള ബിൽഡിങ് കാണാനായി എൻ്റെ കണ്ണുകൾ തിരയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച കഥയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ലാസ്റ്റ് അവിടുത്തെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു കടയിൽ തന്നെ കയറി. അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ രാവിലെ തന്നെ എല്ലാവരും ബിരിയാണി, ചിക്കൻ ഫ്രൈ, പെറോട്ട, അങ്ങനെ ബീഫ്, അവരൊക്കെ രാവിലെ തന്നെ ഇതൊക്കെ കഴിച്ചു തുടങ്ങും കേട്ടോ. നമുക്കങ്ങനെയല്ലല്ലോ, എനിക്കറിയില്ല. നമ്മൾ രാവിലെ ഇഡലി, ദോശ, ഇടിയപ്പം, പുട്ട്, ഇതൊക്കെയാണല്ലോ നമ്മുടെ മനസ്സിലെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ പോകെ പോകെ രാത്രി ആകുമ്പോഴത്തേക്കും പിന്നെ പെറോട്ടയായി, ബർഗറായി, പിസ്സയായി, എന്തെല്ലാം കഴിക്കാമോ അതെല്ലാം നമുക്ക് കഴിക്കാം. അങ്ങനെയാണല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല, രാവിലെ തൊട്ടേ തുടങ്ങും. അങ്ങനെ എന്താ പറയുക, ഞാൻ അതിൻ്റെ ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ട്. മഹബാബ് അവിടെയാണ് കയറിയത്. അവിടുത്തെ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ആകുമ്പോൾ ഇതുപോലെ മീനും പിന്നെ എല്ലാം രാവിലെ തുടങ്ങും കേട്ടോ. അപ്പം ഞങ്ങൾ പറഞ്ഞു പിന്നെ എന്തായാലും നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ഫുഡ് കഴിക്കണം എന്നാണ് എൻ്റെ ഒരു പ്രമാണം. സോ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ മാക്സിമം അവിടുത്തെ ഫുഡെല്ലാം എൻ്റെ മൊബൈൽ ക്യാമറയിൽ ഞാൻ ഒപ്പിയെടുത്തു. ഇതൊക്കെയാണ് ഒരു സാലഡൊക്കെ തരും കേട്ടോ. അത് ഈ നമ്മുടെ ഈ ക്യാബേജ് തോരനില്ലേ, അതാണ് അവരുടെ സാലഡ്. പിന്നെ വെണ്ടയ്ക്ക, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ചിക്കൻ കറിയിൽ, മീൻ കറിയിലൊക്കെ ഇട്ട് തന്നോളും. അത് വെജിറ്റബിളുമായി. സത്യം പറഞ്ഞാൽ മീൻ കറിയൊക്കെ എനിക്ക് മറ്റേ മീൻ സാമ്പാർ പോലെയൊക്കെ തോന്നി കേട്ടോ. എന്തായാലും കൊള്ളാം. നോൺ വെജ് കഴിക്കുന്നവർക്ക് ചാകരയാണേ. വെജിറ്റേറിയൻസിന് ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും വെജിറ്റേറിയൻ ഹോട്ടലിലാണ് അവിടെ തിരക്കും കൂടുതൽ. പിന്നെ ഇവിടുത്തെ ബിരിയാണി സൂപ്പറാണ് കേട്ടോ. രാവിലെ ഇവിടെ നോൺ വെജിന് ഒരു ക്ഷാമവും ഇല്ല. ഇഷ്ടം പോലെ നോൺ വെജ്. നമുക്ക് ചിക്കൻ്റെ പീസൊക്കെ കണ്ടിട്ട് പേടിയാവും, അത്രയ്ക്ക് വലിയ പീസാണ്. പിന്നെ ഞങ്ങളിതാണ്ട് മീൻകറിയും പെറോട്ടയും ഒക്കെ നേരം വെളുത്തപ്പോഴേ കഴിച്ചു കേട്ടോ. അല്ലാതെ പിന്നെ കളർ ദോശയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറെ സ്ഥലങ്ങളൊന്നും കാണാൻ പോകാൻ പറ്റത്തില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇഡലിയുടെ ഇതിട്ടിരുന്നല്ലോ, അവിടുത്തെ ഫേമസ് ഇഡലി. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. കണ്ടോ, രാവിലെ ഞങ്ങൾ സന്തോഷത്തോടെ മീൻകറിയും പെറോട്ടയും ഒക്കെ കഴിക്കും, ചിക്കൻ ഫ്രൈയും ഒക്കെ കഴിക്കുന്ന ആ ഒരു സന്തോഷം അടിപൊളി. അതാണ് കൂട്ടുകാരെ ഈ കാണുന്ന. എന്തായാലും വയറ് നിറയണം, അത്ര പെഡസ്ട്രിയൻസിന് യാത്ര ചെയ്യാനുള്ള ഒരു പാലമാണ് കേട്ടോ. എന്ത് മനോഹരമാണ് പാലത്തിൻ്റെ ആ ഒരു
എൻജിനീയറിംഗ് വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പറാണ്. രാത്രി ഈ പാലത്തിനകത്ത് DJ ലൈറ്റ് പോലത്തെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോകുന്നവർ ഈ പാലത്തിലൊക്കെ കയറി എക്സ്പീരിയൻസ് ചെയ്യുന്ന നല്ല രസമാണ്. നൈറ്റിൽ പോകണം, ഇതിനകത്ത് നടന്ന് കാണാനൊക്കെ നല്ല രസമുള്ള സ്ഥലമാണേ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. മലേഷ്യയിലെ കോലാലംപൂരിൽ സ്ഥിതി ചെയ്യുന്ന ഇരട്ട കെട്ടിടമാണ് പെട്രോണാസ്. തായ് പെയ് 101 ഇതിനെ മറികടക്കുന്നതിന് മുമ്പ് ഇതായിരുന്നു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം. പക്ഷേ ഇപ്പോഴും ഇത് തന്നെയാണ് വേൾഡിലെ ഏറ്റവും ഉയരം കൂടിയ ഇരട്ട കെട്ടിടവും ഓഫീസ് കെട്ടിടവും. 88 നിലകളും പിന്നെ 452 മീറ്റർ ഉയരവുമാണ് ഇതിനുള്ളത്. ഇവിടെ സുറിയ KLCC എന്ന പ്രശസ്തമായ ഒരു ഷോപ്പിംഗ് മോളുണ്ട്. പിന്നെ ഓരോ ഇതും അവരെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, ഓരോ നിലകളും. പിന്നെ ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ മാളെല്ലാം ഭയങ്കരമായിട്ട് അലങ്കരിച്ച് നല്ല രസമായിരുന്നു. അതിനകത്ത് ചൈനീസ് ന്യൂ ഇയറിൻ്റെ ആ ഒരു ഭാഗമായി ഇപ്രാവശ്യം അവരുടെ ഇത് സ്നേക്കാണ്. അപ്പം അതിൻ്റെ അനുബന്ധമായി ഒത്തിരി ഫോറിനേഴ്സും ഒക്കെ വരികയും ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയുള്ള ഒരുപാട് എന്താ പറയുക, ഒരുപാട് അലങ്കാരങ്ങളും നല്ല ഫൗണ്ടൻസും അങ്ങനെയൊക്കെ അവർ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഷോപ്പിംഗ് മോളിൽ പോയി പിന്നെ കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. നാട്ടിലോട്ട് കൊണ്ടുവരാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ, ഗിഫ്റ്റ്സും അങ്ങനെ കുറച്ച് ഫ്ലവർ പോട്ട് അത് ഇതൊക്കെ മേടിച്ചു. പക്ഷെ അതൊന്നും വീഡിയോ എടുത്തില്ല, ഹറിബറി ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് KL ടവർ, കോലാലംപൂർ നഗരത്തിൻ്റെ കാഴ്ചകൾ കാണാൻ ഈ ടവറിലേക്ക് പോകാം. KL ടവറിൻ്റെ മുകൾ ഭാഗത്ത് റൊട്ടേറ്റിംഗ് റെസ്റ്റോറൻറ്റുകളും ടെലികമ്മ്യൂണിക്കേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനുകളും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പോയത് ചൈനീസ് മാർക്കറ്റിലോട്ടാണ്. അവിടെയും പോയി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പം ഇതോടുകൂടി ഞങ്ങൾ മലേഷ്യ വിടുവാണ്. അതിനകത്ത് ചൈനീസ് മാർക്കറ്റിൽ ബ്രാൻഡഡ് ഐറ്റത്തിന് വെല്ലുന്ന രീതിയിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റങ്ങൾ കിട്ടും നമ്മുടെ ചൈനീസ് മാർക്കറ്റിൽ. അപ്പം ഇതൊക്കെ കണ്ടൊക്കെ ക്ഷീണിച്ചൊരു കരിക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ എന്താ പറയുക, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ പോയപ്പോൾ അവിടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സ്ട്രീറ്റ് സോങ്സ് സൂപ്പറായിരുന്നു. അവരെ കൂടെ കുറച്ച് ഡാൻസൊക്കെ കളിച്ചു. അവർ നമ്മളിവിടെ എൻജോയ് ചെയ്തു. എന്താ പറയുക, പിന്നെ പേളിൻ്റെ മാല നല്ല വിലയുണ്ട് കേട്ടോ. ഇതൊക്കെ ഒറിജിനൽ പേളാണ്. പിന്നെ അവിടുന്ന് കുറച്ച് ഡ്രസ്സെല്ലാം പർച്ചേസ് ചെയ്തു, അവിടെ നിന്ന് തന്നെ ഇടുകയും ചെയ്തു. പിന്നെ മാളിൽ പോയി ഐസ്ക്രീം എല്ലാം കഴിച്ചു. അപ്പം ഞങ്ങൾ ഇനി നൈറ്റിൽ 12 മണിക്കുള്ള ഫ്ലൈറ്റിൽ ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പം അതിൻ്റെ പ്രയാസമൊക്കെ ഉണ്ട്, വിഷമമൊക്കെ ഉണ്ട്. ഇവളെ കൂടെ ഫ്രണ്ടിൻ്റെ കൂടെ അടിച്ച് പൊളിച്ച് ദിവസങ്ങൾ പോയൊന്നും അറിഞ്ഞില്ല. അങ്ങനെ തിരിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ. മലേഷ്യയോട് ടാറ്റാ പറഞ്ഞു വിട പറഞ്ഞു പോവുകയാണ്. തീർച്ചയായിട്ടും ഇനി ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പം അതൊക്കെ കാണാനായിട്ട് വീണ്ടും വരും എന്ന ശുഭപ്രതീക്ഷയോടെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് എത്തി.